സാർ നമസ്കാരം. നമസ്കാരം. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥനോടൊപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴാണ് പൂർണ്ണതയായത് എന്ന് എനിക്ക് തോന്നുന്നു. സാർ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചതിന് തന്നെ ആദ്യം നന്ദി. സാർ, ഇപ്പോൾ ഈ കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നാണ് UN പൊതുസഭയുടെ 79ാം സെക്ഷനിൽ പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് ചുട്ട മറുപടിയാണ് ഇന്ത്യൻ പ്രതിനിധി UN-ൽ നൽകിയത്. ഈ പാക് അധിനിവേശ കാശ്മീർ, അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്താണ് ഈ പാക് POK എന്ന് പറയുന്നത്? ഈ ഇന്ത്യ എന്താണ് UN-ൽ നൽകിയ മറുപടി? ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ തന്നെ ഭാഗമാണ്. അത് 1947 നമ്മളും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് നടത്തിയ ആ ഒരു സമയം തൊട്ടേ തന്നെ ഇത് പ്രശ്നമാണ്. ഇത് അനവധി തവണ കരാറുകളും ചർച്ചകളും ഇതിനെക്കുറിച്ച് നടന്നിരുന്നു ആദ്യഘട്ടങ്ങളിൽ. എന്നാൽ അതിൽ നിന്ന് പിന്മാറണം എന്ന ഒരു ആവശ്യവും ഉന്നയിച്ചിരുന്നു. പിന്നീട് കാലാകാലങ്ങളിൽ വന്ന നമ്മുടെ കേന്ദ്ര സർക്കാരുകൾ അതിൽ വലിയ ശുഷ്കാന്തി കാണിക്കാതെ വരികയും പാക് അധിനിവേശ കാശ്മീർ എന്നും പാകിസ്ഥാന്റെ കയ്യിൽ ഉള്ള ഒരു പ്രദേശമായി മാറുകയും ചെയ്തു. പാകിസ്ഥാനല്ല, പാകിസ്ഥാന്റെ കൈവശമുള്ള ഒരു പ്രദേശം, അങ്ങനെ തന്നെ നമ്മൾ അതിനെ പറയണം. കാരണം ഈ കുറച്ചു നാൾക്ക് മുമ്പ് പാക് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ഈ പാക് അധിനിവേശ കാശ്മീരിലുള്ള ഒരാളുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ലാഹോറിൽ. ആ ലാഹോർ കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ ഈ കേസിന് സമൻസ് അയച്ചിട്ടും ഇയാൾ എത്തിയില്ല. അവിടെ എത്താതെ വന്നപ്പോൾ ഈ കേസ് കൊടുത്തത് പാകിസ്ഥാൻ പൗരനും. അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ പാക് ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ നിയമമല്ല പാക് അധിനിവേശ കാശ്മീരിലെ നിയമം, നമ്മുടെ ഭരണഘടനയുമല്ല, അതൊരു സ്വതന്ത്രമായ ഒരു പ്രദേശമാണ്, രാജ്യമെന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല, ഒരു സ്വതന്ത്രമായ പ്രദേശമാണ്, അവർക്കൊരു ഭരണഘടനയുണ്ട്, ഒരു ഭരണാധികാരിയുണ്ട്, പാക് അധിനിവേശ കാശ്മീരിൽ പ്രധാനമന്ത്രിയും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നിയമം അവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു. ഈ BJP-യുടെ എക്കാലത്തെയും അവരുടെ ആ പാർട്ടി രൂപീകൃതമായപ്പോൾ മുതൽ അവരുടെ ഒരു പ്രധാന അജണ്ടകളിലൊന്ന് ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കും എന്നുള്ളതാണ്. കാരണം അതോടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂപടത്തിന്റെ പൊക്കം കിട്ടും, തലപ്പൊക്കം കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണം എന്നൊരു വലിയ ഇത് പാർട്ടി കാലാകാലങ്ങളിൽ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡിൽ, അദ്ദേഹം ഈ ഭരണം ഒഴിയുമ്പോൾ, അതായത് പ്രധാനമന്ത്രി പദമൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡിൽ അനവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ഒരു വലിയ ധീരമായ ഒരു കാര്യമായിരുന്നു. രണ്ടാമത്തെ പൗരത്വ ഭേദഗതി കൊണ്ടുവന്ന ഒന്നായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്താളുകളിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒന്ന് ഏകീകൃത സിവിൽ കോഡ്. അതിനോടൊപ്പം തന്നെ അതിനേക്കാളും വലിയ തിളക്കമുള്ള ഒന്നായി മാറുന്നത്, എക്കാലവും ഇന്ത്യൻ ജനത ഓർത്തിരിക്കുന്ന ഒന്നായി മാറുന്നത് ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നത് കൂടിയാണ്. 40 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ ജനവിഭാഗം, 4 ദശലക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു, അത്രയും വരുന്നൊരു ജനസംഖ്യ ഉള്ള ഒരു പ്രദേശം, ഏതാണ്ട് 400 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പ്രദേശം. അപ്പോൾ ആ പ്രദേശത്തിൽ ആക്ച്വലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പാകിസ്ഥാൻ പട്ടാളത്തിന്റെയും പാകിസ്ഥാൻ വെച്ചു കൊടുക്കുന്ന ഭരണാധികാരികളും ഭരിക്കുന്ന ഒരു പ്രദേശമായി ഇത് മാറി. ഈ മോദി മന്ത്രിസഭ 2014 അധികാരത്തിലേറുന്നത് മുതൽ ഇതിനെ നമ്മുടെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി 2019 എത്തിയപ്പോഴേക്കും ഈ അധിനിവേശ കാശ്മീരിലുള്ള ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നമ്മളുടെ കാശ്മീർ റേഡിയോ സ്റ്റേഷൻ, അതായത് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ ഈ കേരളത്തിലൊക്കെ പറയില്ലേ, കൊച്ചിയിൽ ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു, കോഴിക്കോട് ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ കാശ്മീർ ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം ചെയ്ത കാലാവസ്ഥയിൽ ഈ ബാൾട്ടിസ്ഥാനും ഗിൽജിസ്ഥാനും ഒക്കെ സ്ഥാനം പിടിച്ചു. അപ്പൊ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആണ്. അത് നമ്മൾ നമ്മുടെ ഭാഗമായി തന്നെ കണ്ടു തുടങ്ങി എന്നുള്ള ഒരു വലിയ സൈനാണ്. പക്ഷെ അന്നത് ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രാജ്യത്തിന്റെ, ഇപ്പൊ മറ്റൊരു രാജ്യത്തിന്റെ കാലാവസ്ഥ നമ്മുടെ രാജ്യം പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് അത് ചേർത്ത് പറയാം. അതായത് ജമ്മു കാശ്മീരിന്റെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നിടത്താണ് ഈ ബാൾട്ടിസ്ഥാന്റെ ഗിൽജിസ്ഥാന്റെ പേര് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ആ കാശ്മീരിന്റെ ഭാഗം തന്നെയാണ് എന്ന് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടു. അതിനുശേഷം ഈ ബോർഡറിൽ നമ്മൾ ശാരദാപീഠം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പാക് അധിനിവേശ കാശ്മീരിലാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട സിഖ് ഗുരുദ്വാരയുണ്ട്. ഇതെല്ലാം തകർത്ത് കളഞ്ഞു അവിടുത്തെ ഈ മതമൗലികവാദികളും ഭീകര സംഘടനകളും ഒക്കെ. അപ്പൊ അവിടെ ഈ 1968 വരെ നമ്മൾ ഈ തീർത്ഥയാത്രയൊക്കെ അങ്ങോട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്.
അപ്പോൾ അതിന് തീർത്ഥയാത്ര നടത്തുമ്പോൾ നമ്മൾ ആ ബോർഡറിൽ ഈ ബോർഡറിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതായത് പാക് അധിനിവേശ കാശ്മീരിന് ഉള്ളിലേക്ക് 20 കിലോമീറ്റർ യാത്ര. അപ്പോൾ ആ ബോർഡറിൽ നമുക്കൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ വന്ന് തങ്ങിയിട്ടൊക്കെയാണ് ഭക്തർ പോകുന്നത്. ആ ക്ഷേത്രമൊക്കെ തകർത്ത് കളഞ്ഞു ഭീകരർ. 2019 കാലഘട്ടത്തിൽ, അതായത് രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്ത് അമിത്ഷാ മുൻകൈ എടുത്തുകൊണ്ട് രാജ്നാഥ് സിംഗും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് അവിടെ ഈ തീർത്ഥാടകർക്ക്, അപ്പൊ എല്ലാ വർഷവും ഇപ്പോൾ ദുർഗാപൂജയും ഒപ്പം തന്നെ ദീപാവലിയും ഒക്കെ ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ വലിയ ആഘോഷമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ വലിയ രീതിയിൽ എത്തുന്നുണ്ട്, സിഖുകാരും എത്തുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഗുരുദ്വാരയുണ്ട്. അപ്പോൾ ഇവിടേക്ക് പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ഈ ദസറയ്ക്ക് ദുർഗാപൂജ സമയത്ത് അമിത്ഷാ പറഞ്ഞത് അധികം വൈകാതെ ഇവിടെ നിന്ന് പഴയതുപോലെ നമുക്ക് ഈ ശാരദാപീഠത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. അതിനുശേഷം ഈ കേന്ദ്രമന്ത്രിമാരുടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ വന്നു. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറും എന്നൊരു വലിയ സ്റ്റേറ്റ്മെന്റുകൾ പല ഭാഗത്തും വരികയുണ്ടായി. അപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യം, ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ അത് നമ്മളിലേക്ക് എത്തും എന്നാണ്. അത് പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ പലരും കരുതിയിരിക്കുന്ന ഒരു യുദ്ധത്തിലൂടെ നമ്മൾ പിടിച്ചെടുക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അല്ലാതെ വരും എന്ന് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ എന്നൊരു ചോദ്യത്തിന് ഉത്തരവും നമുക്ക് കിട്ടി. കാരണം പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഒരുപാട് നാളുകളായി, ഏതാണ്ട് 3 വർഷത്തോളമായിട്ട് അവിടെ വിവിധ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ടയറുകൾ കൂട്ടിയിട്ട് റോഡുകൾ കത്തിക്കുക, മറ്റും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ അവരുടെ കയ്യിൽ വെച്ചുകൊണ്ട് അവരുടെ പട്ടാളത്തിന്റെ ഭരണമാണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവർക്ക് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഇവരുടെ വീടുകളിൽ നിന്നൊക്കെ ഇവരെ ഇറക്കി വിടുകയും ആ വീടുകളൊക്കെ ചൈനീസ് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പാകിസ്ഥാനിൽ 10 രൂപയാണ് കറണ്ട് ചാർജ് എങ്കിൽ ഇവിടെ 40ഉം 50ഉം കൊടുക്കേണ്ട ഒരു അവസ്ഥ, പലപ്പോഴും പവർ കട്ട് ഒരവസ്ഥ. പവർ കട്ടിന്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞാൽ പാക് അധിനിവേശ കാശ്മീരിലില്ല. 4ഓളം ജലവൈദ്യുത പ്രൊജക്ടുകളുണ്ട് അവിടെ. ആ വൈദ്യുതി മുഴുവൻ പാകിസ്ഥാനിലേക്കും മറ്റും കൊണ്ടുപോയിക്കൊണ്ട് ഇവരെ ഇരുട്ടത്ത് കിടത്തുക, ഇവർക്ക് സാധനങ്ങൾ മേടിക്കുന്നതിന് അമിതമായി നികുതി ചുമത്തുക, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ജനം പ്രതിഷേധം ഇറങ്ങി. ആ പ്രതിഷേധക്കാർ, ഏറ്റവും ഒടുവിൽ നടന്ന പ്രതിഷേധത്തിനകത്ത് ഒരു പെൺകുട്ടി ഉൾപ്പെടെ കുറച്ച് പേര് കൊല്ലപ്പെടുകയുണ്ടായി പാക് സൈന്യത്തിന്റെ വെടിവെപ്പില്. ആ ഒരു പ്രതിഷേധത്തിൽ അവർ ഉയർത്തിയിരുന്ന പ്ലക്കാർഡുകളെല്ലാം ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയുടെ ചിത്രമായിരുന്നു. അതായത് ഭൂരിപക്ഷം പേരും പിടിച്ചിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പോകണം, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ്, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതായത് അവിടുത്തെ ജനം ഒരു ബഹുഭൂരിപക്ഷവും ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. കാശ്മീരിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ കാശ്മീരിലെ ആളുകൾ പറയുന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും പാക് അധിനിവേശ കാശ്മീരിലാണ്. അത് കാശ്മീർ തന്നെയാണ്, അല്ലാതെ അത് പാകിസ്ഥാൻ അല്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ അന്ന് കയ്യേറിയ പ്രദേശമാണ്, അത് ഞങ്ങളുടെ ഭാഗമാണ് എന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഇഷ്യൂ നടക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ നമ്മളുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 79ാം UN ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇനി പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് ചർച്ച നടത്താനുള്ള ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, അത് പാക് അധിനിവേശ കാശ്മീരുമായിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ്, അല്ലാതെ കാശ്മീർ വിഷയമായിട്ടല്ല. കാരണം പാകിസ്ഥാൻ ഇത്രയും കാലം ഈ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഉന്നയിച്ചിരുന്ന, ഐക്യരാഷ്ട്രസഭയിലല്ല എല്ലാ അന്താരാഷ്ട്ര വേദികളിലും പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാശ്മീർ, ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമെന്ന രീതിയിലാണ് അവരെപ്പോഴും വാദം ഉയർത്തിയത്. എന്നാൽ ഇന്നലെ ഇന്ത്യ ചെയ്തത് അതൊരു ആദ്യമായി നടത്തിയ ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇതുവരെ ഇന്ത്യയും കാശ്മീർ വിഷയത്തിന്റെ പാകിസ്ഥാന് മറുപടി കൊടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് മാത്രമേ ഇനി നമ്മൾ തമ്മിൽ ഒരു സംസാരമുള്ളൂ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഇനി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചുള്ള അത് ക്ലിയർ ആണ് കാര്യം. അതായത് നിങ്ങൾ എപ്പോഴും അവിടെ നിന്ന് വിട്ടുപോകും, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് ഒഴിഞ്ഞു പോകും, ഏത് സമയത്ത് ഒഴിഞ്ഞു പോകും എന്നൊരു കാര്യത്തിൽ മാത്രമേ ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ളൂ എന്ന് ക്ലിയർ ആയിട്ട് പറയുമ്പോൾ അധികം വൈകാതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 1948 പാസാക്കിയ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ അനുസരിച്ച് അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറണം എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പിന്മാറാതെ ഇപ്പോഴും പാക് അധീന കാശ്മീർ പാകിസ്ഥാന് തന്നെ വേണം എന്ന് പറയുന്നത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഇവര് ഇതിനെക്കുറിച്ച് ഒരുപാട് കരാറുകളും ചർച്ചകളും നടന്നിരുന്നു. ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരുന്നു അന്ന് ഈ കയറിയ ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഈ യുദ്ധ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ച് കയറുന്ന ഭാഗത്തുനിന്ന് പിന്നീട് പിന്മാറുക ചെയ്യുന്ന ഒരു സ്വാഭാവികമാണ്. ഇതൊരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗം കൂടാണ് ഈ അതിക്രമിച്ച് കയറുക എന്നുള്ളത്. അതായത് ഒരു രാജ്യത്തിനെ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും നമ്മൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റങ്ങൾ, ഇപ്പം ഉക്രൈൻ റഷ്യ നടത്തിയിരിക്കുന്ന കയ്യേറ്റം അങ്ങനെയാണ്. റഷ്യയുടെ ഏതാണ്ട് 35 കിലോമീറ്റർ ഉള്ളിലേക്ക് ഈ ഉക്രൈൻ കടന്നു കയറുന്നത്. അതെന്നുവെച്ചാൽ ഒരു പ്രഷർ ചെലുത്തിയിട്ട് ചർച്ചയിൽ വരിക. ചർച്ചയിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങൾ ആ കയറിയ ഭാഗത്തുനിന്ന് പിന്മാറും. സ്വാഭാവികമാണല്ലോ. നമ്മുടെ ഒരിടത്തിലേക്ക് ഒരാൾ കയറുന്നു, ചർച്ച നടക്കുമ്പോൾ അയാൾ ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ നടന്നത്. പക്ഷെ പാകിസ്ഥാൻ അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പാകിസ്ഥാൻ ചെവിക്കൊണ്ടില്ലെങ്കിൽ പോലും
നമുക്കത് നമ്മുടെ ഭാഗമായി നിർത്താൻ കഴിയുമായിരുന്നു. നെഹ്റുവിന്റെ കാലത്ത് നെഹ്റു വിചാരിച്ച നടക്കുമായിരുന്നു, സിമ്പിളായിട്ട് നടക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് വിചാരിച്ചില്ല. കാരണം നെഹ്റു ഒക്കെ എക്കാലം കാശ്മീർ സ്വന്തം കുടുംബം പോലെ കൊണ്ടുനടന്ന സ്ഥലമാണ്. അപ്പൊ പുള്ളി അത് സ്വന്തം ഈ കുടുംബത്തിലെ പുരേടം വീതം വെക്കുന്നതിനൊക്കെയാണ് ഈ ഇതെല്ലാം കൂടെ വീതിച്ചു കൊടുത്തത്. പക്ഷെ അന്ന് വിചാരിച്ചിരുന്നത് നടന്നേനെ. പിന്നീട് വന്ന ഭരണാധികാരികൾ ആരും തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, വിചാരിച്ചില്ല. ഇപ്പൊ വീണ്ടും അത് ഇന്ത്യ ആ വിഷയം റേസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് അനുകൂലമായി തന്നെ ലോകരാജ്യങ്ങൾക്കും നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ പാകിസ്ഥാന് അവിടുത്തെ ചില താല്പര്യങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ ഈ ജലവൈദ്യുത പദ്ധതികളെല്ലാം ഇപ്പൊ നടക്കുന്നത് ചൈനയുടെ ഫണ്ടിങ്ങിലാണ്. ചൈനയാണ് അവിടുത്തെ ഈ ചെറിയ ഈ പ്രൊജക്ടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചൈനയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട് ഈ അധിനിവേശ കാശ്മീരിൽ. അധിനിവേശ കാശ്മീരിൽ അവർക്ക് താല്പര്യമില്ല. അതിന്റെ സൈഡിൽ കൂടെ ആണ് അവരുടെ ഈ പ്രധാനപ്പെട്ട ഒരു പാത, ഒരു സാമ്പത്തിക ഇടനാഴി പോകുന്നുണ്ട്, അതിന്റെ പണികളും നടക്കുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ ഒരു വിഷയം. ഇന്ത്യയെ സംബന്ധിച്ച് ഈ അധിനിവേശ കാശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സേഫായി അവിടെ. അതായത് ഈ അധിനിവേശ കാശ്മീർ ബേസ് ചെയ്തിട്ടാണ് ഈ ടെറർ ഗ്രൂപ്പുകളൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാനും അവർക്ക് പരിശീലനം നടക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഭാഗം കിട്ടിയാൽ നമുക്ക് ക്ലിയർ ആയി. നമുക്ക് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ഒരു ഭാഗത്ത് നമുക്ക് ചൈനയെ ക്ലിയർ ആയിട്ട് കിട്ടും, മറുഭാഗത്ത് പാകിസ്ഥാനെ കിട്ടും. ഇതിനോടൊപ്പം തന്നെ ഖൈബർ ഇടനാഴി എന്ന് പറഞ്ഞൊരു ഇടനാഴി കൂടി ഈ പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാഗമാണ്. അതുകൂടി നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചൈനയ്ക്കും ഗുണപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാകിസ്ഥാൻ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് റഷ്യ വരെ നമുക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റും. താജിക്കിസ്ഥാന്, ഉസ്ബെക്കിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ഇവിടെ എല്ലാം നമുക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റും. വളരെ പണച്ചെലവ് കുറഞ്ഞ ഒരു ട്രേഡിംഗ് റൂട്ടാണ് അത്. മുമ്പ് അവിടെ നമ്മൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ആ ഖൈബർ ആ ഒരു ഇടനാഴി കിട്ടുക എന്നുള്ളതാണ്. ഇത് ചൈനയെ സംബന്ധിച്ചും അവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പക്ഷെ ചൈനയെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ പക്കൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇടനാഴിയും സ്വാഭാവികമായി ഇന്ത്യയുടേതാകും. അപ്പം ഈ ചൈനയ്ക്ക് സുഗമമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും ഉണ്ടാകാൻ ഈ യുദ്ധമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ചൈന അവിടെ വേറൊരു റൂട്ട് വെട്ടാൻ ശ്രമിക്കുന്നത്. ഇപ്പോ നിലവിൽ അവിടെ ഇപ്പോൾ പാകിസ്ഥാന് വ്യോമ താവളങ്ങളുണ്ട് ഈ പാക് അധിനിവേശ കാശ്മീരിലൊക്കെ. അപ്പൊ അവിടെ നിന്ന് അവർ പിന്മാറുക എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ആ പ്രക്ഷോഭം ഒരു സുപ്രഭാതത്തിൽ വലിയ വർദ്ധിച്ച രീതിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പാക് അധിനിവേശ കാശ്മീരിന്റെ ഒരു വലിയ വിഭാഗം ഇന്ത്യയോടൊപ്പം, ഞാൻ കണക്കൂട്ടുന്നതാണ്, വലിയ വിഭാഗം ഇന്ത്യയോടൊപ്പം ചേരുകയും ഇന്ത്യയോടൊപ്പം ആകുകയും ബാക്കിയുള്ള ഭാഗം, അതായത് ഈ ചൈനയ്ക്ക് വേണ്ട ഒരു കുറച്ച് ഭാഗം ചൈന കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അങ്ങനെ ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഇന്ത്യക്ക് വേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഇന്ത്യയുടെ കൂടെ ചേരുകയും ബാക്കിയുള്ള അതിന്റെ ഒരു വാലായി കിടക്കുന്ന, അതായത് ഈ ചൈനയുടെ പ്രധാനപ്പെട്ട പാത കടന്നു പോകുന്ന ആ വാലായി കിടക്കുന്ന ഭാഗം ചൈന എടുക്കുകയും ചെയ്യും. പക്ഷെ പാകിസ്ഥാൻ നിലവിലത്തെ സാഹചര്യത്തിൽ അതിലൊന്നും ചെയ്യാനില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം പൊതുവെ അവർ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു. അവർക്ക് അങ്ങനെ വലിയ സപ്പോർട്ടുകളൊന്നും ഇപ്പോൾ ലോകത്തൊന്നും കിട്ടാൻ നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു യുദ്ധത്തിലേക്ക് പോകാൻ അവർ മടിച്ചിരിക്കുന്ന സാഹചര്യം. ഇതിനേക്കാളൊക്കെ ഉപരി ചൈന അവരെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ സാധ്യത ഈ ഘട്ടത്തിലില്ല. കാരണം ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിൽ ചൈനയ്ക്ക് സഹായിച്ചുകൊണ്ട് അവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ചൈനയ്ക്കും കിട്ടുന്നില്ല. ആ ഒരു അവസരത്തിൽ ഒരുപക്ഷെ റഷ്യ ഇതിനകത്ത് വലുതായിട്ട് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തിനകത്ത്. അങ്ങനെയെങ്കിൽ ചൈന ഒന്ന് കണ്ണടക്കുകയും ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഇറക്കുകയും ചെയ്താൽ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരാൻ പോകുന്ന ഒരു സാധനം ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ചൈനയ്ക്ക് ഒരു ബോർഡറിൽ കൂടുള്ള ഒരു കുറച്ച് ഭാഗങ്ങൾ അവർക്കും കിട്ടും. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഈ അധിനിവേശ കാശ്മീരോട് ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനം ഇല്ലെന്നുള്ളതല്ല, അവരുടെ ജലവൈദ്യുത പ്രൊജക്ടുകൾ നടക്കുന്നുണ്ട്, അവിടെ ഈ ഭീകരന്മാരുടെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, ഇതുണ്ട്. അതുകൂടാതെ തന്നെ ഈ ടാക്സുകളൊക്കെ വെച്ചുകൊണ്ട് അവരുടെ കുറച്ച് ഞെക്കിപ്പിഴിയാന്നല്ലാതെ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് വലിയ ബെനിഫിറ്റോ കാര്യങ്ങളല്ല. പക്ഷെ പാകിസ്ഥാന് ഈ ഒരു പ്രദേശം പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം ഒരു സൈഡിൽ ആ ഒരു മേഖലയിൽ ഇന്ത്യയുടെ ആർമി അവിടെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികവും ആ ബോർഡറിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ എന്നേ നിലച്ചു പോകും. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ വെറുതെ ഇരിക്കില്ല. സ്വാഭാവികമായി ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അവരെക്കാലം ശ്രമിച്ചിട്ടുണ്ട്. അതെന്താകും എന്നുള്ളതാണ് നോക്കി കണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ വിഷയം ഇന്ത്യ ഒരു അന്താരാഷ്ട്ര വേദിയിലേക്ക് ഉന്നയിച്ചു എന്നുള്ളത് തന്നെ അതിന്റെ ഒരു വലിയ ചുവടുവയ്പ്പാണ്. ഈ അന്താരാഷ്ട്ര വേദിയിലേക്ക് പാക് അധിനിവേശ കാശ്മീർ വെക്കുന്നത് മൂലം ഇനിയുള്ള എല്ലാ ചർച്ചകളും എല്ലാ ഉച്ചകോടിയിലും ഇതൊരു വിഷയമായി മാറുകയും ഇതിനെ ചൊല്ലിയുള്ള ഒരു ഒരു തർക്കങ്ങൾ വരികയും മറ്റും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോഴത്തേന് ഇന്ത്യയുടെ പണി കുറച്ചുകൂടെ എളുപ്പമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.